ആദവും ഹവയുമാണ് ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യർ എന്ന് എല്ലാ എബ്രഹാമിക് മതങ്ങളും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നീട് വന്ന മഹാപ്രളയത്തിൽ എല്ലാ മനുഷ്യരും കൊല്ലപ്പെട്ടു. നോഹയുടെ പേടകത്തിൽ കയറിയവർ മാത്രം രക്ഷപ്പെടും. ആദ്യ പിതാവായി ആദം നബിയെ കണക്കാക്കുമ്പോൾ രണ്ടാം പിതാവായി നോഹയെ പരിഗണിക്കുന്നു. കാരണം ഭൂമിയിൽ ജീവൻ നിലനിന്നത് നോഹയിലൂടെയാണ്. നോഹയുടെ പരമ്പരയിലെ 10ാമത്തെ തലമുറയാണ് എബ്രഹാമിന്റെ പിതാവ് തെരാഹ്. ഉൽപ്പത്തി പുസ്തക പ്രകാരം എബ്രഹാമിനെ 1ാം ഹീബ്രു എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ ഫാദർ ഓഫ് മോണോത്തിസം എന്നും അറിയപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ എബ്രഹാം വരെ എല്ലാ വിശ്വാസങ്ങളും ഒന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ദൈവം ഒന്നായിരുന്നു. പിന്നെ എങ്ങനെ 3 മതമുണ്ടായി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എബ്രഹാമിനെ സെൻട്രൽ ഫിഗറായി കാണുന്നതും എബ്രഹാമിക് റിലീജിയൻസ് ഫോം ചെയ്യുന്നതും. അതെങ്ങനെ നോക്കാം. എബ്രഹാമിന് 3 ഭാര്യമാരായി 8 ആൺമക്കൾ. അതിൽ 2 പേരിലൂടെയാണ് എബ്രഹാമിക് റിലീജിയന്റെ വേരുകൾ പോകുന്നത്. എബ്രഹാം ഹാജർ ദാമ്പത്യത്തിലുണ്ടായ ഇസ്മായിൽ പരമ്പര ചെന്നെത്തുന്നത് ഇസ്ലാമിലെ സെൻട്രൽ ഫിഗറായ മുഹമ്മദ് എന്ന പ്രവാചകനിലേക്കാണ്. എബ്രഹാം സാറയുടെ പുത്രൻ ഐസക്കിന്റെ പരമ്പര വിശദമായി പറയണം, എങ്കിലേ ക്രിസ്ത്യാനിറ്റിയും ജൂതയിസവും മനസ്സിലാകും. ഐസക്കിന്റെ മകനാണ് ജേക്കബ്. ദൈവത്തോട് ആത്മീയമായി വെല്ലടിച്ചു എന്നതിന്റെ പേരിൽ ദൈവം അദ്ദേഹത്തെ ഇസ്രായേൽ എന്ന് പേര് വിളിച്ചു. അദ്ദേഹത്തിന്റെ തലമുറകളെ ഇസ്രായേൽ സമൂഹം അഥവാ ബനു ഇസ്രായേൽ എന്നറിയപ്പെട്ടു. ഇസ്രായേലിന് 12 മക്കൾ. അതിൽ ഒന്നാണ് പൊട്ടക്കിണറ്റിലേക്ക് സഹോദരങ്ങൾ എറിഞ്ഞ ജോസഫ്. ജോസഫിനെ കിണറ്റിലേക്ക് എറിഞ്ഞവരുടെ കൂട്ടത്തിലെ ലെവിയുടെ പരമ്പരയാണ് മോസസും സഹോദരൻ ഏറോൺ. ഈ ഏറോന്റെ സഹോദരി എന്ന നിലയ്ക്കാണ് ജീസസിന്റെ മാതാവ് മേരിയെ യാ ഉഖ്ത ഹാറൂൻ എന്ന് ഖുർആൻ കൊളോക്കലി അഡ്രസ് ചെയ്തത്. ഇസ്രായേലിന്റെ 12 മക്കളിൽ ജൂതയുടെ പരമ്പരയാണ് ജീസസ്. അതായത് ജീസസ് ഇസ്രായേൽ സമൂഹമാണ്, അല്ലെങ്കിൽ ബനു ഇസ്രായേലാണ്. വ്യക്തമായി പറഞ്ഞാൽ ഐസക്കിന്റെ പരമ്പരയിൽ 2 മതങ്ങൾ രൂപപ്പെട്ടു, ക്രിസ്ത്യാനിറ്റിയും ജൂതയിസവും. ആദം മുതൽ എബ്രഹാമിലൂടെ സ്പ്ലിറ്റ് ചെയ്തു പോയ എല്ലാ പരമ്പരയിലൂടെയും എത്തിയ 3 മതങ്ങളുടെയും ദൈവത്തെക്കുറിച്ചുള്ള നിലപാട് മോണോത്തിസമാണ്. അതായത് ദൈവം ഒന്നേ ഉള്ളൂ. ആ സെൻട്രൽ പവറിനെ ദ ഗോഡ് ദ ഫാദർ എന്ന് വിളിക്കാം, യഹോവ എന്ന് വിളിക്കാം, അള്ളാഹു എന്ന് വിളിക്കാം. എൻ്റെ മതമാണോ നിന്റെ മതമാണോ ശരിയെന്ന് തല്ലുകൂടുന്നവരെ നോക്കി ആ ഒറ്റ ദൈവം ഇപ്പോൾ പല്ല് കടിക്കുന്നുണ്ടാവണം.